നാളെ ഇത് റിലീസിന് ശേഷം വിവാദങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട് വിചാരിക്കുന്നു, ചർച്ചയാവാനോ സോഷ്യൽ മീഡിയയിലോ അങ്ങനെ വരാൻ ചാൻസ് ഉണ്ടോ വിചാരിക്കുന്നുണ്ടോ? അതിന് മുന്നേ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നോ എല്ലാത്തിനും നേരിടാൻ ധൈര്യത്തോടെയാണ് ഇത് റിലീസിന് ഒരുങ്ങുന്നത്? അല്ല, എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ സിനിമയെ കൂടെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ എല്ലാ കാര്യങ്ങളും സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി വിവാദം ഉണ്ടാക്കുക എന്നുള്ളത് അതിപ്പോൾ ഓരോ എനിക്ക് ഇടപെടാൻ പറ്റില്ല. നോർമലി ഒരു ചിത്രം എടുക്കുന്ന സാമ്പത്തിക ലാഭം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് സിനിമ പോലൊരു മേഖലയിൽ. അപ്പോൾ ഇങ്ങനത്തെ സബ്ജക്റ്റ് ഇറക്കുന്ന സമയത്ത് അതിന്റെ ചർച്ചകൾ ഉണ്ടായിരുന്നു. ഇറക്കിയ തിയേറ്ററിൽ എത്ര നാള് നിൽക്കും എന്നൊക്കെ കാര്യങ്ങളുണ്ടല്ലോ, ബിസിനസ് കാര്യങ്ങളൊക്കെ. ഇങ്ങനൊരു സബ്ജക്റ്റ് എത്ര നാൾ പ്രേക്ഷകർ സ്വീകരിക്കുന്നത് പേടിയുണ്ടോ? ഇതിപ്പോ നമ്മൾ ഈ സിനിമ കണ്ടുകൊടുത്തോളം ഞങ്ങൾക്ക് വളരെയധികം ഒരു തൃപ്തിയുള്ള ഒരു സബ്ജക്റ്റാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരും അത് സ്വീകരിക്കുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളിതിനെ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. അപ്പൊ ഇനി അത് ജനങ്ങളിലേക്ക് എത്തണം. ജനങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടാലാണ് ഇത് എന്ത് സിനിമയാണെന്നുള്ളത് ജനങ്ങൾക്ക് അറിയുള്ളൂ. അല്ലാണ്ട് ഇപ്പം എന്താ പറയുക, നമ്മളിവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ട് എന്തായാലും ഇതുകൊണ്ട് ഒന്നും നടക്കില്ല. ജനങ്ങൾ തിയേറ്ററിലേക്ക് തന്നെ പോകണം ഈ സിനിമ കാണാനായി. കണ്ടാൽ മാത്രമേ ഇത് എവിടേക്കെങ്കിലും എത്തുള്ളൂ. പിന്നെ ഈ പറഞ്ഞ ഒരു സാമ്പത്തിക ലാഭം എന്നുള്ള വലിയൊരു മോഹമൊന്നും ഇതിന്റെ പിന്നിലില്ല. ഈ ഒരു സബ്ജക്റ്റ് കിട്ടും. ഇതിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ എന്റെ വീട്ടിലാണെങ്കിൽ പോലും എന്റെ ഉപ്പാടനെ ഇത് നൂല് കൊണ്ടിട്ട് കൊടുക്കാറുണ്ട്. ചില കുട്ടികൾക്ക് പഠിച്ചിട്ട് വരുമ്പോ അതൊരു വിശ്വാസമാണ് ആളുകൾ. അപ്പൊ അത് നമ്മുടെ വീടുകളിൽ നടന്നിരുന്നത്. എന്റെ വീട്ടിലിപ്പോ യുവാക്ക് സുഖമില്ലാണ്ടിരിക്കണം. പക്ഷെ പുള്ളിക്ക് എന്ത് നടക്കാൻ അല്ലെങ്കിൽ മെമ്മറി ഉള്ള സമയത്ത് പുള്ളി ഇത് ചെയ്തായിരുന്നു. അത് കാശ് വാങ്ങിച്ചിട്ടല്ല, അത് മാത്രം നോർമലി അതൊരു വിശ്വാസമാണ് വീട്ടിൽ. അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്ക് അങ്ങനെ ഒരു മന്ത്രിച്ച് സമാധാനം കിട്ടുന്നുള്ളത്. എന്തായാലും ഇതിപ്പോ എവിടേക്കാണ് എന്താന്നുള്ളത് അറിയില്ല. എന്തായാലും ചർച്ച ചെയ്യപ്പെടുന്നത് എന്ത് ശരിയെന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. അങ്ങനെ പ്രത്യേകിച്ചൊരു ധാരണ എനിക്കില്ല. എന്റെ ദൈവം തീരുമാനിക്കുന്നത്. കൊല്ലാറിങ്ങിയതാണ്. ഇല്ല, പിന്നെ ഫസ്റ്റ് നമ്മള് എപ്പോഴും ചിന്തിക്കുന്ന പറഞ്ഞാൽ, ഞാൻ കുറെ വർഷങ്ങളായിട്ട് കൂടുതൽ ഓൾമോസ്റ്റ് ചെയ്തിരിക്കുന്ന തമാശ കഥാപാത്രങ്ങളാണ്. ഇതിനകത്ത് ഷൗക്കത്ത് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഗൾഫിൽ നിന്ന് വരുന്നു, വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയിലെത്തുന്നു. അയാളുടെ കുടുംബത്തിലെ ദാരിദ്ര്യം പ്രശ്നം, ഒരുപാട് പ്രശ്നങ്ങളെ എപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ഈ ഷൗക്കത്ത് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് പെർഫോം ചെയ്യാൻ കുറെ ഏരിയകൾ ഇതിനകത്തുണ്ട്. ഈ വീഴാണ് നമ്മുടെ സിനിമയിൽ വന്നിരിക്കുന്ന ഒരു ഓൾമോസ്റ്റ് സീക്വൻസ് ഒക്കെ ആ കഥാപാത്രത്തിനെ ഫോക്കസ് ചെയ്യുന്ന കുറെ കാര്യങ്ങളിലേക്ക് പോകുന്നത്. ഇതൊക്കെ ഒരു ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്ത വിഷയം അതിന്റെ ഒരു പോർഷൻ മാത്രമാണ്. പക്ഷെ അതല്ലാത്ത കുറെ പ്രശ്നങ്ങൾ അയാൾ തരണം ചെയ്യുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അയാളുടെ വ്യക്തിപരമായിട്ടുള്ള കുറെ മാനസിക ബുദ്ധിമുട്ടുകളുണ്ട്. അതൊക്കെ തന്നെയാണ് ഇതിന്റെ ഒരു മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത്. അതില് സ്വാഭാവികമായിട്ട് വന്നു പോകുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ എല്ലാ സാധാരണ കുടുംബങ്ങളിലും പല ചിന്താഗതിക്കാരും ഒരു വീടിനകത്ത് തന്നെ 5 പേരാണെങ്കിൽ 5 ചിന്തയിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. അത് രാഷ്ട്രീയമാകാം, മതമാകാം, ഏത് തരത്തിലെടുത്താലും എല്ലാവർക്കും അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഓരോ ആളുകൾക്കും ഓരോ വ്യക്തിത്വമാണ്. അതിന്റെ ആ രീതിയിൽ അവര് പ്രകടിപ്പിക്കുന്നു, സംസാരിക്കുന്നു, പ്രവർത്തിക്കുന്നു ഒക്കെ പല കാഴ്ചപ്പാടിലായിരിക്കാം. അത്ര തന്നെ ഇതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ഒന്നിനും ഒരു കൺക്ലൂഷൻ ഇതാണ് ശരി, ഇത് മാത്രമാണ് യാഥാർത്ഥ്യം, അങ്ങനെ ഒരു ഫോക്കസ് ഈ സിനിമയിൽ പറഞ്ഞിട്ടേ ഇല്ല.